പ്രിയപ്പെട്ട കൂട്ടുകാരെ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ഇന്നത്തെ വീഡിയോ ക്യാപ്സൂളിൽ നമ്മൾ നോക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, തിരുവിതാംകൂറിൽ നടന്ന 1936 നടന്ന പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യമായ ഒരു വിപ്ലവകരമായ ഒരു മുന്നേറ്റമായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. നോക്കാം, നമുക്ക് എക്സാമിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് നോക്കാം. തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്ക് ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യമായ വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അതായത് തിരുവിതാംകൂറിലെ അവർണരായ ഹൈന്ദവർക്കും കൂടി ക്ഷേത്രങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് സാധ്യമായ വിളംബരമാണ്, രാജാവ് പുറപ്പെടുവിച്ച വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശനം വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്, ധാരാളം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ്. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12. ഡേറ്റും ഓർത്തു വെക്കണം, നവംബർ 12. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത്. ഇനി കേരളത്തിലെ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് എന്ന് ചോദിച്ചാലും 1936 നവംബർ 12. ദെൻ ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂറിലെ ദിവാൻ ആരായിരുന്നു? CP രാമസ്വാമി അയ്യർ. CP രാമസ്വാമി അയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബര സമയത്ത് തിരുവിതാംകൂർ ദിവാന്. CP രാമസ്വാമി അയ്യർ. രാജാവ് പുറപ്പെടുവിച്ച രാജാവാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ദെൻ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാര്? ഗാന്ധിജി. എക്സാമിന് ധാരാളം പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യനാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. അപ്പോൾ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജി. ഇനി ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നതും ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട, ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്ന സംഭവം ഏത്? ക്ഷേത്രപ്രവേശന വിളംബരം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചതാണ് ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്ന് വിളിക്കുന്നത് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ദെൻ നെക്സ്റ്റ് പോയിന്റാണ്, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ്? ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്, അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇനി ഗാന്ധിജി മറ്റൊന്നും കൂടി പറഞ്ഞു, ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ച് പറഞ്ഞതും മഹാത്മാഗാന്ധിയാണ്. ഇനി അടുത്ത പോയിന്റാണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിളിച്ചത്. തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചതാരാണ്? സി രാജഗോപാലാചാരിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജിയാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത്. ആധുനിക തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. ജനങ്ങളുടെ അധ്യാത്മ വിമോചനത്തിൻ്റെ അധികാരരേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് സി രാജഗോപാലാചാരിയാണ്. ദെൻ അടുത്ത പോയിന്റാണ്, ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത്
ടി.കെ. വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി.കെ. വേലുപ്പിള്ള. ടി.കെ. വേലുപ്പിള്ള. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി.കെ. വേലുപ്പിള്ളയാണ്. ഇനി മറ്റു പോയിന്റുകളാണ്. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ്. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഗാന്ധിജി തൻ്റെ അവസാന കേരള സന്ദർശനത്തെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചത്? ഗാന്ധിജി അവസാനമായി കേരള സന്ദർശനം നടത്തിയത് ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ടാണ്. ആ യാത്രയെ ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച കേരളത്തിലേക്കുള്ള ഗാന്ധിജിയുടെ അവസാന യാത്രക്ക് കാരണമായ സംഭവം ഏതാണ്? ക്ഷേത്രപ്രവേശന വിളംബരം. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഗാന്ധിജി ഒരു തീർത്ഥാടനം എന്ന് അദ്ദേഹത്തിൻ്റെ യാത്രയെ വിശേഷിപ്പിച്ചത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. നമ്മൾ പറഞ്ഞു തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1936 നവംബർ 12-നാണ്. മാറിപ്പോവരുത്. 1936 നവംബർ 12-നാണ് തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം നടന്നത്. ഇനി മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നതാണ് 1947 ജൂൺ 2. 1947 ജൂൺ 2. 1936 നവംബർ 12-ന് തിരുവിതാംകൂറിൽ, മലബാറിൽ 1947 ജൂൺ 2. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. 1947 ഡിസംബർ 20. അപ്പോൾ തിരുവിതാംകൂറിൽ 36 നവംബർ 12, മലബാറിൽ 47 ജൂൺ 2, 47 ഡിസംബർ 20-ന് കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഇതിൽ പല ക്വസ്റ്റ്യൻസും നമ്മൾ PSC എക്സാമിന് ആവർത്തിച്ച ക്വസ്റ്റ്യനാണ്. നമ്മൾ പറഞ്ഞു 1936 നവംബർ 12-നാണ് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടന്നത്. സർ CP രാമസ്വാമി അയ്യർ ആയിരുന്നു ആ സമയത്ത് തിരുവിതാംകൂറിലെ ദിവാന്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബലരാമവർമ്മയാണ്. ആധുനിക ലോകത്തെ മഹാത്ഭുതം എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. തിരുവിതാംകൂറിൻ്റെ മാഗ്നക്കാട്ട എന്നറിയപ്പെടുന്ന സംഭവം ക്ഷേത്രപ്രവേശന വിളംബരമാണ്. ജനങ്ങളുടെ ആധ്യാത്മ വിമോചനത്തിൻ്റെ ആധികാരിക രേഖയായ സ്മൃതി എന്ന് ക്ഷേത്രപ്രവേശന വിളംബരത്തെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തീർത്തും അഹിംസാപരവും രക്തരഹിതവുമായ വിപ്ലവം എന്ന് വിശേഷിപ്പിച്ചത് C. രാജഗോപാലാചാരിയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെ തിരുവിതാംകൂറിൻ്റെ ആധ്യാത്മിക രേഖ എന്ന് വിശേഷിപ്പിച്ചത് ടി.കെ. വേലുപ്പിള്ളയാണ്. ഈ വിശേഷിപ്പിച്ചത് മറന്നുപോരുത്. ദെൻ ഉള്ളൂർ എസ് പരമേശ്വരയ്യറാണ് ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത്. ഗാന്ധിജി കേരളത്തിലേക്കുള്ള അവസാനത്തെ യാത്രയെ ഒരു തീർത്ഥാടനം എന്ന് വിശേഷിപ്പിച്ചു. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശനം നടന്നത് 1936 നവംബർ 12, മലബാറിൽ 47 ജൂൺ 2, കൊച്ചിയിൽ 1947 ഡിസംബർ 20. അപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരവുമായിട്ട് വരുന്ന എക്സാമുകൾക്ക് മിനിമം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചു വെക്കാം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.